ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദേവൂസ് ക്രാഫ്റ്റ് കോർണർ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ബാൻഡ് മേക്ക് ഓവറാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഹെയർ ബാൻഡ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ബ്രെഡ്ത്ത് കൂടിയത് എടുക്കാവുന്നതാണ്. ഒരുപാട് ബ്രെഡ്ത്ത് കുറയുന്നത് എടുക്കാത്തതാണ് നല്ലത്. ഇതൊരു പഴയ ഹെയർ ബാൻഡാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 കോട്ടൺ ക്ലോത്താണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്ലോത്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ആ 3 കോട്ടൺ ക്ലോത്തും കൂടി ചേർത്തിട്ട് ഏറ്റവും അറ്റത്ത് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മുറുക്കി കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. 3 എണ്ണവും നല്ലപോലെ ചുരുട്ടി നല്ല തിന്നാക്കി കൊടുക്കണം. അത് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. നല്ലപോലെ തിന്നാക്കിയിട്ട് നമുക്ക് അത് മുഴുവനായിട്ടൊന്ന് മെടഞ്ഞെടുക്കണം. അറ്റം വരെ മെടഞ്ഞെടുക്കണം. 3 എണ്ണവും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മെടഞ്ഞെടുക്കണം. ട്വിസ്റ്റ് ചെയ്ത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഹെയർ ബാൻഡ് തിന്നാണെങ്കിൽ നല്ലപോലെ ട്വിസ്റ്റ് ചെയ്ത് മെടഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഫുള്ളായി അറ്റം വരെ ഒന്ന് മെടഞ്ഞെടുക്കണം. നിങ്ങളത് മെടഞ്ഞെടുത്തതിന് ശേഷം നമുക്കത് നമ്മൾ ആദ്യം കെട്ടിക്കൊടുത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഹെയർ ബാൻഡിന് ചുറ്റും ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ലപോലെ നല്ല ടൈറ്റിൽ നല്ല വൃത്തിക്ക് തന്നെ മെടഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ഏത് കളർ ക്ലോത്ത് ആണെങ്കിലും കുഴപ്പമില്ല. ബനിയൻ ക്ലോത്ത് ആകുമ്പോൾ ഇതിലും ഭംഗിയുണ്ടാവും. അപ്പോൾ നല്ലപോലെ ഒന്ന് മെടഞ്ഞെടുത്തിട്ട് ആ ഒരു ഭാഗം നമുക്ക് സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഹെയർ ബാൻഡിൻ്റെ ചുറ്റിലും നമുക്ക് ഏത് ഗ്ലൂ ആണെങ്കിലും യൂസ് ചെയ്യാം. ഒട്ടുന്ന ഗ്ലൂ ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലക്സ് ക്യൂക്കാണ്. ഫ്ലക്സ് ക്യൂക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലപോലെ മെടഞ്ഞെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വലിച്ച് കൊടുക്കുക. എന്നാൽ തന്നെ ഒന്ന് സ്ട്രെസ്സായി ഇത്രയും കൂടി ഭംഗിയിൽ വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫ്ലെക്സ് ക്യൂക്ക് എടുത്തിട്ട് അതിൻ്റെ ഹെയർ ബാൻഡിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഹെയർ ബാൻഡിന് ചുറ്റും ഇത്തിരി മെടഞ്ഞ ഭാഗം കുറച്ച് ഒന്ന് മേലോട്ടാക്കിയിട്ട് ഇതാക്കണം. താഴെ നമുക്ക് വേറൊരു കളർ ക്ലോത്ത് ചുറ്റാനുള്ളതാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഹെയർ ബാൻഡിൽ ഗമ്മാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എല്ലാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തിട്ട് പിന്നെ ബാലൻസ് നമുക്ക് മെടഞ്ഞത് ബാലൻസ് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ച് നല്ലപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ അടിയിലൊന്ന് ക്ലോത്ത് നല്ല റൗണ്ട് ഷേപ്പിൽ അംബ്രല്ല പോലെ ഒന്ന് അടിയിലായി തുണി ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. നമ്മളിതിലൊരു റോസ് ഫ്ലവറും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ റോസ് ഫ്ലവറിൻ്റെ സെയിം കളർ ക്ലോത്ത് തന്നെ അടിയിലും ചുറ്റി കൊടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം.
ചുറ്റിയെടുക്കുക. പിന്നെ അടിയിൽ നിന്ന് അംബ്രല്ല ഷേപ്പിൽ ഒന്ന് ചെയ്തെടുക്കുക. നല്ലപോലെ ചുറ്റി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിന് അടിയിൽ ഒന്നുകൂടി നല്ലപോലെ കവർ ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ രണ്ട് സൈഡും അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡും സെയിം ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അത് രണ്ട് സൈഡും അതുപോലെ ചെയ്യാം. പിന്നെ അടുത്ത് നമ്മൾ ഇനി റോസ് ഫ്ലവർ ഉണ്ടാക്കാനാണ് പോകുന്നത്. റോസ് ഫ്ലവർ ഞാനിവിടെ 3 എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് എടുക്കാവുന്നതാണ്. 3 ഫ്ലവറാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അടിയിൽ ഒട്ടിച്ചിരിക്കുന്ന ക്ലോത്തും ഈ റോസ് ഫ്ലവറിൻ്റെ കളറും ഒരേപോലത്തെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ ഹെയർ ബാൻഡിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ റോസ് ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ചുരുട്ടി ഇത്തിരി ലെങ്ത്തുള്ള ഒരു ക്ലോത്ത് എടുത്ത് ചുരുട്ടിച്ച് ഡിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആണ് റോസ് ഫ്ലവർ ഉണ്ടാക്കുന്നത്. നമുക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്റ്റെമ്മ് വേണം. പക്ഷെ അതിൽ ഒട്ടിക്കുമ്പോൾ സ്റ്റെമ്മ് ഉണ്ടെങ്കിൽ അത് നേരെ നിൽക്കത്തില്ല. അപ്പോൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊന്ന് ഒട്ടിക്കാവുന്നതാണ്. ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന് സ്റ്റെമ്മ് അവിടെ നിന്ന് ഗ്ലൂ തേച്ച് നല്ലപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ട് പിന്നെ ഹെയർ ബാൻഡിൽ ഒട്ടിക്കാം. അപ്പോൾ ഞാൻ 3 എടുത്തിരിക്കുന്നത് അതുപോലെ ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയയുമായിട്ട് ഇനിയും വരുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.